കഴിഞ്ഞ ദിവസം ബാപ്പ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് വന്നിട്ടുണ്ട്. ഒരു ഉറൂസിനാണ്, പേര് ഞാൻ പറഞ്ഞു, നെല്ലിക്കുന്ന് ഉറൂസിലാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രിയിൽ വയലും കഴിഞ്ഞ് പോകുമ്പോ വണ്ടിയിൽ എന്റെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആള് വയല് കേൾക്കുകയാണ്. ഉറക്കം വരാതിരിക്കാൻ വയല് കേൾക്കുകയാണ്. ബാപ്പന്റെ വയൽ ഇങ്ങനെ കേൾക്കുമ്പോ പെട്ടെന്ന് വണ്ടിയിൽ ഉറക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ ഉറക്കം തെളിഞ്ഞു. എങ്ങനെയാ ഉറക്കം തെളിഞ്ഞത് എന്നറിയോ? ബാപ്പ പ്രസംഗത്തിൽ പറയാണ്, ഞാൻ എന്റെ മക്കളോട് സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിൽ നിൽക്കണ്ടെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എത്ര ദുആ ചെയ്താലും മതിയാകൂല. ബാപ്പ തലേ ദിവസം സുബഹിന്റെ സദി തൊട്ട് മുമ്പ് വീട്ടിലെത്തിയിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ വീട്ടിലെത്തിയത്. സുബഹിന്റെ തലേ സമയത്തോടടുത്ത സമയത്ത് വീട്ടിലെത്തി. സുബഹിന്റെ ബാഗ് കേട്ടപ്പോൾ പകൽ അല്പമെങ്കിലും കിടന്നില്ലെങ്കിൽ പാലക്കാട് പരിപാടിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ എറണാകുളത്ത് പോകാനുണ്ട്. ക്ഷീണിച്ചു പോകുമെന്ന് പേടിച്ച് ഞാൻ ഉടനെ തന്നെ പള്ളിയിൽ പോകാതെ വീട്ടിന്റെ അകത്ത് വെച്ച് സുബഹി നിസ്കരിച്ചങ്ങ് കിടന്നപ്പോ ഉമ്മനോട് പറഞ്ഞ് കരഞ്ഞു, വാപ്പാ അവനോട് പറയണേ, ജനങ്ങളെ നന്നാക്കാൻ വയല് പറയാൻ പോയിട്ട് സ്വന്തം സുബഹിന്റെ കാര്യം, ജമാഅത്തിന്റെ കാര്യം അപകടത്തിലായത് നഷ്ടമാണെന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. ഉമ്മന്റെ മുന്നിൽ ഈ വാക്ക് പറഞ്ഞെന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ പ്രിയപ്പെട്ട മോന്റെ ഒരു സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞത് കേട്ടപ്പോ വേദന തോന്നിപ്പോയി. മനസ്സിലാ ബാപ്പയോടുള്ള സ്നേഹം അത് ഇരട്ടിയാകാനത് കാരണമായി പോയി. റബ്ബേ, അവിടത്തേക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇനി ആരും ഫോണിൽ വിളിച്ചിട്ട് ബാപ്പന്റെ മത് പറയാനല്ല ഞാൻ വിളിച്ചത് എന്ന് പറയണ്ട. എന്തിനാ ഞാൻ പറഞ്ഞത് എന്നൊന്നുകൂടി പറഞ്ഞു തരാം. കടുമ്പാറ ഉറൂസിൽ വെച്ച് ഞാനൊരു ബാപ്പന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം പറഞ്ഞപ്പോ, അതെ, എന്റെ ബാപ്പ എനിക്ക് എപ്പോഴും വലുതാണ്. ആ ബാപ്പ എന്നെ പഠിപ്പിച്ച ഒരു അനുഭവം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ രാത്രിയിൽ മിസ് കോളും ഫോണുമായിട്ട് ശല്യം ചെയ്ത ഓൺലൈനിൽ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ എത്ര വിളിച്ചാലും എനിക്ക് പേടിയില്ല. എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത് ഞാൻ തുറന്ന് പറയും കേട്ടോ. അതിലെനിക്ക് മടിയില്ല. ഇതെന്തിനാ ഞാനിവിടെ പറഞ്ഞത്? ഒരു ദിവസം ഞാനിവിടെ നിന്ന് വയലും കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അന്നത്തെ രാത്രിയിൽ വലിയ വയലിന് പോയിട്ട് സുബഹിന്റെ ജമാഅത്തിന് ഞാൻ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ബാപ്പ എന്നെ ശകാരിച്ച വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. എനിക്കൊരു ദിവസത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം നിങ്ങളൊക്കെ ഒന്ന് അറിയണം. ആ ജമാഅത്തിന് പോകാത്തതിന്റെ പേരിൽ ബാപ്പ എന്നോട് ചൂടായത് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് സന്തോഷിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. ഉപ്പമാരേ, മാതൃകയാണ് കേട്ടോ. എനിക്ക് മാതൃകയാണ് എന്റെ മകൻ വലുതാകുമ്പോ അവനോട് പറയാൻ. അതുപോലെ വയല് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈമാനുള്ള ഉപ്പമാരെ നമുക്ക് മാതൃകയാ. രാത്രി പുലർച്ചക്ക് എത്ര നേരം വൈകിയാലും സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ട് മകൻ ജമാഅത്തിന് വരാതിരുന്നപ്പോൾ അവനെ പോലെ വയലും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പള്ളിയിൽ ജമാഅത്തിനെത്തിയതെന്ന് പറയാൻ ധൈര്യമുള്ള ബാപ്പ. അതുപോലെ ബാപ്പമാരാകുന്ന നമ്മള് പള്ളിയിൽ ജമാഅത്തിനെത്തിയിട്ട് പിറ്റേ ദിവസം മകനെ വിളിച്ചിട്ട് പറയണം, മോനെ, ഞാൻ പള്ളിയിൽ ജമാഅത്തിന് പതിയെ സുബഹിക്ക് പോകാറുണ്ട്. നാളെ സുബഹിന്റെ ജമാഅത്തിന് പോകുമ്പോൾ 7 വയസ്സായ നീയും ഇപ്പോഴേ നിസ്കരിച്ച് പഠിച്ചോ. അല്ലെങ്കിൽ 10 വയസ്സായ നീ നിസ്കാരം നിർബന്ധമായ നീ, പ്രായപൂർത്തിയായ നീ, ബുദ്ധിയെത്തിയ നീ എന്റെ കൂടെ ജമാഅത്തിന് വരണമെന്ന് മകന്റെ മുഖത്ത് നോക്കി പറയാൻ ഇതൊരു പ്രചോദനമാകട്ടെ. അതിനാണ് ബാപ്പ പഠിപ്പിച്ചത് വയലിൽ പറയുന്നത്. അല്ലാതെ ബാപ്പ വയലിൽ പഠിപ്പിച്ചതും ബാപ്പ എന്റെ ജീവിതത്തിൽ ഉണ്ടായ തെറ്റുകൾ ബാപ്പ തിരുത്തി തന്നതൊക്കെ ജനങ്ങൾ അറിയാനല്ല. ഒരാള് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, കടുമ്പാറ ഉറൂസ് കഴിഞ്ഞപ്പോ അന്നത്തെ രാത്രിയിൽ ഫോൺ കോളാണ്. സൈലന്റ് ആക്കിയിട്ട് കട്ട് ചെയ്തവിടെ വെച്ചു. കാരണം അറിയോ? ഇയാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാണ്, എന്തിനാണ് ബാപ്പന്റെ മത് വയലിൽ പറയുന്നത്?
സ്വീകരിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഇത്ര നല്ലൊരു ബാപ്പനെ കിട്ടിയതിൽ അഭിമാനിച്ചതിൽ അൽഹംദുലില്ലാഹ് യൗമിൽ ഖിയാമ മരണം വരെ ഞാൻ പറയാതിരിക്കൂല. ആലിമീങ്ങളെ പേര് വായിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിലല്ലാത്തൊരു ആലിമിന്റെ പേര് തിരിച്ചു വായിച്ചതിന്റെ പേരിൽ എന്നെ തോളിൽ അടിച്ചു വേദനിപ്പിച്ച് എന്നെ പഠിപ്പിച്ച വാപ്പയാണ്. അരുത് മോനെ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, രാഷ്ട്രീയം നോക്കിയിട്ട് കുറ്റം പറയരുത്. ആലിമീങ്ങളെ രാഷ്ട്രീയം നോക്കിയോ, സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കിയോ, സംഘടന നോക്കിയോ നിസാരപ്പെടുത്തരുത്. അത് നിന്റെ ഈമാനിനും നിന്റെ വിശ്വാസത്തിനും നിന്റെ തഖ്വക്കും കേടുവരാൻ കാരണമാണ്. എന്നെ ചെറുപ്പത്തിലെ ഒരു വലിയ സംഘടനയുടെ നേതാവായി നിൽക്കുമ്പോ പോലും നല്ല ആശയങ്ങൾ പറഞ്ഞു തരുന്നതിനും മടി കാണിക്കാത്ത ആ ബാപ്പയോട് മകന് കടപ്പാടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഉപ്പമാരോട് പറയാണ്, മക്കളെ പള്ളിയിൽ ജമാഅത്തിന് കൊണ്ടുപോയി പഠിപ്പിക്കണം, മക്കളെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതിപ്പിച്ച് പഠിപ്പിക്കണം. ഒരു ദിവസം സാധാരണ വീട്ടിൽ ചെറുപ്പകാലഘട്ടങ്ങളിൽ 10 മിനിറ്റ് ഖുർആൻ ഓതിയില്ലെങ്കിൽ സുബഹിന്റെ ശേഷം ബാപ്പുണ്ടെങ്കിൽ 10 മിനിറ്റ് ഖുർആൻ ഓതിക്കോളണം. എങ്ങനെ സുബഹിസ്കരിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് വീട്ടിലിരുന്ന് ഖുർആൻ ഓതണം. ഞാനൊരു ദിവസം 10 മിനിറ്റ് ഖുർആൻ ഓതാതെ ബാപ്പന്റെ കണ്ണു വെട്ടിച്ചപ്പോ ബാപ്പ എന്നെ വിളിച്ചു, എന്താ ഖുർആൻ ഓതാത്തത്? ഞാൻ അല്പം മടിയോടെ തലതാഴ്ത്തിയോടെ നിന്നു. പോയിട്ട് 2 മണിക്കൂർ ഖുർആൻ ഓതിയിട്ട് എഴുന്നേറ്റാ മതി. 10 മിനിറ്റ് ഖുർആൻ ഓതാത്തതിന് പണിഷ്മെന്റ് ആണ്. 2 മണിക്കൂർ ഖുർആൻ ഓതിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റാ മതി. ഇത് പറയുന്നത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാണ്. ഞാനിപ്പോ അതിലേക്ക് ഇനി വിശദമായി കിടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്താണ്. അത് മുറുകെ പിടിക്കണേ. അഞ്ചാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അള്ള വാഗ്ദത്തം പുലർത്തുന്നവനാണ്, നമ്മളെ പോലെയല്ല. റബ്ബൊരു വാക്കം പറഞ്ഞ വാക്ക് പറഞ്ഞാൽ റബ്ബ് മാറ്റി പറയൂല, റബ്ബ് തിരുത്തി പറയൂല, അത് തെറ്റാണെന്ന് പറയൂല. റബ്ബ് പറയുന്നു, അള്ള പറയാണ്, നിങ്ങൾ അള്ളാനെ ഭാരമേൽപ്പിച്ചു. സർവ്വജീവികൾക്കുമുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവൻ ഏറ്റെടുത്തതാണ്. പിന്നെ അതിൽ പേടിക്കാൻ പാടില്ല. എനിക്ക് ഭക്ഷണം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, വയലിന് ആളുകൾ വിളിക്കൂല എന്ന് പേടിച്ചിട്ട് പഠിച്ചത് പറയാതിരിക്കാൻ കഴിയൂല, അനുഭവിച്ചത് പറയാതിരിക്കാൻ കഴിയൂല, ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നത് പറയാതിരിക്കാൻ കഴിയൂല. അള്ളയാണ് റിസ്ക് കൊടുക്കുന്നവൻ, അള്ളയാണ് കൊടുക്കുന്നവനെന്ന് ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ കൂട്ടത്തിലെ നേതാവായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സദഖയുമായിട്ട് വന്നു. നിറയെ സദഖയുമായിട്ടാണ് സഹാബത്ത് വന്നത്. ആദ്യമായി വന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള സമ്പത്ത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറേ, മക്കൾക്ക് വേണ്ടി എന്ത് മാറ്റിവെച്ചു, കുടുംബങ്ങൾക്ക് വേണ്ടി എന്ത് മാറ്റിവെച്ചു? നബിയേ, ഞാൻ എന്റെ മക്കൾക്ക്, ഞാൻ എന്റെ കുടുംബത്തിന് മാറ്റിവെച്ചത് 2 കാര്യമാണ്. അവര് മതിയായവരാണ്. ഞാൻ എന്റെ കുടുംബത്തിന് മാറ്റിവെച്ചത് അല്ലാഹ്, അവന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് മതി എന്റെ മക്കൾക്ക്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിക്കോളും. ആ നിരക്കുള്ള നല്ല ഉറച്ച വിശ്വാസം വേണം. അല്ല പറഞ്ഞതല്ലേ, ഒരു ജീവനുള്ള വസ്തു ഉണ്ടാവൂല. അല്ല ഏറ്റെടുത്തതല്ലേ അവർക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം?
ആണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അല്ലാഹ് റിസ്കിന്റെ കാര്യം ഏറ്റെടുത്തതാണ്. ആ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതേ ഏഴാമത്തെ കാര്യം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നേരം വെളുക്കുമ്പോൾ തവക്കുലിനെ കുറിച്ച് ഓർമ്മ വേണം. തവക്കുലിനെ കുറിച്ച് ഓർമ്മ വേണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 6:15 പോയ ബസ്സിൽ പോയാലേ 7 മണിക്ക് ഓഫീസിലെത്തുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 6:30 മണിയായി പോയി. 7 മണിക്ക് എത്തൂല, വലിയ ബേജാറിലാണ്. കാരണം ബസ്സിന് എന്തായാലും അടുത്ത ബസ് എത്തണമെങ്കിൽ 7:30 മണിയാകും. അരമണിക്കൂർ ലേറ്റ് ആകും. വീട്ടിൽ നിന്ന് ലേറ്റ് ആയി പോയതോ പ്രിയപ്പെട്ട ഉമ്മ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കേൾക്കാൻ നിന്നിട്ട് വൈകിപ്പോയതാണ്. ടെൻഷൻ അടിക്കണ്ട, റബ്ബിൽ തവക്കുലാക്കിക്കോ, അവനതിന്റെ വഴിയുണ്ടാക്കി തരും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഏത് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും തവക്കൽനാ അലല്ലാഹ്, റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചോ, അവനെ ഏറ്റവും നല്ല ഭാരമേൽപ്പിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് അവൻ മതിയായവനല്ലയോ. റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചോ. അല്ല മൂല്യരെ, ബസ് ഏതായാലും പോയില്ലേ, ഭാരമേൽപ്പിച്ചോ എന്ന് പറഞ്ഞ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്ത് ചെയ്യും? അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചങ്ങ് നിൽക്കുമ്പോഴാണ് അതെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാറുമായിട്ട് വരുന്നത്. അവൻ പോകുന്നതിന്റെ ഓഫീസിന്റെ മുന്നിലൂടെയാണ്. കൃത്യസമയത്തെക്കാൾ 5 മിനിറ്റ് മുമ്പ്, സാധാരണ സമയത്തെക്കാൾ മുന്നേ അവിടെ എത്തിക്കാൻ റബ്ബിന് കഴിയും. വേറൊരാൾ വരുന്നതും കാത്തു നിന്നിട്ട് മനസ്സിൽ മറ്റൊരാളെ ബൈക്കിലും കാറിലും കയറണം ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുമ്പോ അവനിലേക്ക് തവക്കുലാക്കിയാൽ അവൻ നമുക്ക് തുറന്നു തരുന്ന വഴികളെ കുറിച്ച് നമുക്ക് ചിലപ്പോ മനസ്സിലാകൂല. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഏഴാമതായി സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ നിന്റെ മനസ്സിൽ ഓർമ്മ വേണം, തവക്കുൽ റബ്ബിലാ വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. നീ നിന്റെ ഭാര്യനൊരു കാര്യമേൽപ്പിച്ചാൽ, നിന്റെ ഭർത്താവിനൊരു കാര്യമേൽപ്പിച്ചാൽ, നിന്റെ മക്കളൊരു കാര്യമേൽപ്പിച്ചാൽ, നിന്റെ ഉമ്മയൊരു കാര്യമേൽപ്പിച്ചാൽ, ബാപ്പയെ ഒരു കാര്യമേൽപ്പിച്ചാൽ, ആ കാര്യം ചെയ്യുന്ന സമയം നീ കൊടുത്ത സമയത്തിന്റെ മുന്നേ നിന്റെ ബാപ്പ മരിക്കാൻ ചിലപ്പോൾ ആയേക്കും, ചിലപ്പോൾ നിന്റെ ഉമ്മ മരിച്ചേക്കും. നിങ്ങൾ ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ് നൽകണം റഹ്മാനെ. നിങ്ങളെ സദസ്സിൽ ആരെ ഉമ്മമാര് ബാപ്പമാര് മരിച്ചു പോയോ അവരെ ഖബറിൽ നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. അതേ സ്ഥാനത്ത് മക്കളെ ഭാരമേൽപ്പിച്ചാൽ നീ ഏൽപ്പിച്ച കാര്യം എത്തുന്നതിന്റെ മുമ്പ്, അതിന്റെ സമയം എത്തുന്നതിന്റെ മുമ്പ് നിന്റെ മക്കള് ചിലപ്പോ മരിച്ചു പോകും കേട്ടോ. മരണമില്ലാത്ത അറ്റമില്ലാത്ത റബ്ബിന് ഭാരമേൽപ്പിച്ചോ. അല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസമുള്ളവരാണോ, വിശ്വസിക്കുന്നവരാണോ, അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചോ, റബ്ബിൽ ഭാരമേൽപ്പിച്ചോ. ആ റബ്ബ് ഭാരമേൽപ്പിക്കാൻ ഏറ്റവും അലേൽപ്പിക്കാൻ പറ്റിയവനാണ്. കാരണം അവർക്ക് മരണമില്ല, അവർക്ക് കഴിയാത്ത സംഗതികളില്ല, അവന്റെ അടുക്കൽ മറയാകുന്ന കാര്യങ്ങളില്ല. ഭാര്യനെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ നടന്നുകൊള്ളണം എന്നില്ല, ഭർത്താവിനെ ഏൽപ്പിച്ചാൽ നടന്നുകൊള്ളണം എന്നില്ല, അതുപോലെ മക്കളെ ഏൽപ്പിച്ചാൽ നടന്നുകൊള്ളണം എന്നില്ല. കാരണം അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ സമയമെത്തുന്നതിന്റെ മുമ്പ് അവരെ റബ്ബ് തിരിച്ചു വിളിച്ചാൽ അവന് മടങ്ങലല്ലാതെ ഭാര്യ ഇന്ന കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയാൻ എനിക്ക് വകുപ്പില്ല, നമുക്ക് വകുപ്പില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, പുതിയാപ്ലയായി ഇറങ്ങുമ്പോ റബ്ബിലെ ഭാരമേൽപ്പിച്ചിറങ്ങിക്കോ, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചിറങ്ങിക്കോ. കുറച്ചൊന്നും കുട്ടികളെ കളിക്കാൻ വിട്ടില്ലെങ്കിൽ, കുറച്ചൊന്നും റോഡിൽ നിന്ന് ചാടാൻ അനുവദിച്ചില്ലെങ്കിൽ, ഞാൻ പുതിയാപ്ലയായിട്ട് പോകുമ്പോ എന്റെ കൂടെ ആരും ഉണ്ടാകൂലേ എന്നുള്ള പേടിയുള്ളോ? അള്ളയാണ് കൂടെയുള്ളത്. അള്ളാന്റെ സെട്ടിയല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ അള്ളാന്റെ ഭൂമിയിലുണ്ടോ? അവനല്ലേ സന്മനസ് കൊടുക്കേണ്ടവൻ, അവനല്ലേ നല്ല ചിന്ത കൊടുക്കേണ്ടവൻ, അവനല്ലേ നല്ല ആലോചന കൊടുക്കേണ്ടവൻ. നീ നന്മക്ക് വേണ്ടി നിന്റെ കൂട്ടുകാരെ വിളിച്ചോ,
പാലിക്കോ, തിന്മകളിൽ നിന്ന് കൂട്ടുകാരെ അകറ്റി നിർത്തിക്കോ. അതെ, അതുകൊണ്ടാണ് ഹബീബ് നബി തങ്ങൾ പറഞ്ഞത്, നീ ആദ്യം തന്നെ നടക്കുമ്പോൾ നല്ലത് ചെയ്യുന്നവരെ കൂടെ നടക്കളോ, നന്മ മാത്രം പറയുന്നവരെ കൂടെ നടക്കളോ, നന്മ മാത്രം കേൾക്കുന്നവരെ കൂടെ നടക്കളോ. തമ്മാടികളെ കൂടെ നടന്നോ, അത്തറ് കച്ചവടക്കാരന്റെ കൂടെ കൂടിയാൽ അറിയാതെ നിന്റെ ശരീരത്തിന് സുഗന്ധം വരുന്നില്ലേ? ഇതുപോലെ തിന്മ ചെയ്യുന്ന തമ്മാടികളെ കൂടെ നടക്കുമ്പോ നിന്നെ തമ്മാടിത്തം പിടികൂടും. ഞാൻ വെറുതെ പറയുകയല്ല. ഞാൻ ഈ കഴിഞ്ഞ റമളാനിൽ ഖത്തറിൽ പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ സിറാജുൽ ഹുദക്ക് വലിയ സേവനം ചെയ്യുന്നയാളാണ്. അദ്ദേഹം അതാ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇറങ്ങി വന്നു. നോമ്പിന് പച്ചാ പകലാണ്. അയാൾ നോമ്പിന് കടയിൽ കയറിയിട്ട് ഇറങ്ങി വന്നപ്പോ എനിക്ക് അയാളെ വല്ലാതെ പൊരിച്ച എണ്ണയുടെ മണമാണ്. പൊരിച്ച എണ്ണയുടെ മണമാണ്. അയാളെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പൊരിച്ച എണ്ണ മണക്കുന്നത്? നല്ല പൊരിച്ച സമൂസ പൊരിച്ച എണ്ണന്റെ മണാണ്, അതുപോലുള്ള സാധനങ്ങൾ പൊരിച്ച എണ്ണന്റെ മണാണ്. ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ആ കടയിൽ വെച്ച് നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. അബ്ദുള്ള മുസ്ലിയാർ കടയിൽ കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് കാറിലിരുന്നപ്പോൾ AC വാസന പിടിച്ചെടുത്തിട്ട് കാറ് മുഴുവനും അതിന്റെ വാസനയായി പോയി. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നല്ലതിന്റെ കൂടെ നടന്നാന്നില്ല നല്ലത് മണക്കോ, ചീത്തയായ ആളുകളെ കൂടെ നടന്നാലോ നീ ചീത്തയാകുന്നത് നീ തന്നെ അറിയൂല. അവിടെ ചെറുപ്പക്കാരെ, നന്മ ചെയ്യുന്നവരെ കൂടെ കൂടിക്കോ, തെമ്മാടികളെ കൂട്ടുകെട്ട് കൈയൊഴിച്ചോ. നന്മയുള്ള കൂട്ടുകാരല്ലാതെ നിലനിൽക്കൂല. മരിച്ചാലൊരു യാസീനോതുന്ന കൂട്ടുകാരൻ വേണം, മരിച്ചാലൊരു ഖത്മോതുന്ന കൂട്ടുകാരൻ വേണം, മരിച്ചാലൊരു ഖുർആനോതുന്ന കൂട്ടുകാരൻ വേണം. മരിച്ചാൽ ഖബറിന്റെ പുറത്ത് വന്നു, റബ്ബേ എന്റെ കൂട്ടുകാരൻ ഖബറിലാണ്, നീ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന നല്ല കൂട്ടുകാരെ സമ്പാദിച്ചു. ഏത് സമയത്തും റബ്ബ് വിളിക്കുമ്പോ പോകണം, ഏത് സമയത്തും അസ്രായേല് വരുമ്പോ പോകണം. അവിടെ ടൈമില്ല, അവിടെ ടൈം നിശ്ചയിച്ചത് നമുക്കറിയൂല. ഈ പാവപ്പെട്ട മുതഅല്ലിം ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ കൂടെ പഠിച്ചിരുന്ന അബൂ തുർക്കി, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു ഞാൻ അവരും, അതേ ഒന്നിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിച്ചു ഞാനും അവരും. അവനവന്റെ ജീവിതത്തിൽ ആശകൾ ടീച്ചർമാരോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ടീച്ചർമാര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ബാപ്പനെ പോലെ എനിക്ക് നല്ല വയല് പറയുന്ന ഒരു ആലിമാകണമെന്ന് ഞാൻ അന്നും ആഗ്രഹം പറഞ്ഞിരുന്നു. ഇന്നും എനിക്കതിന് സാധിച്ചിട്ടില്ല. റബ്ബേ, ആ ബാപ്പനെ പോലെ തഖ്വയോടെ ഈമാനോടെ ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. അന്നും ഇന്നും ഞാനത് കൊതിക്കുന്നു. അന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞ വലിയൊരു ആഗ്രഹം എനിക്ക് ഓർമ്മയുണ്ട്. അബൂ തുർക്കി, ആഗ്രഹം സഫലീകരിക്കാൻ ഞങ്ങള് കണ്ടിട്ടില്ല. ആഗ്രഹം പറഞ്ഞ പിറ്റേത്തെ വർഷം, അതില്ലെങ്കിൽ അതിന്റെ പിറ്റേത്തെ വർഷം ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ ആക്സിഡന്റിൽപ്പെട്ട അബൂ തുർക്കി ഖബറിലേക്ക് പോയി. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണൂർ ജില്ലയിലെ ഒരു സുന്നി പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മകനെ സിറാജുൽ ഹുദയിലേക്ക് ആക്കി തന്നു. ആ കുട്ടി പഠിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു പള്ളിയിൽ ചെല്ലുമ്പോ പലപ്പോഴും കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞപ്പോ ആ കുട്ടി താൽക്കാലികമായി 10ാം ക്ലാസ് കഴിയുന്നത് വരെ വീട്ടിലേക്ക് പോയി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദേവാ കോളേജിലേക്ക് വരുമെന്ന് പറഞ്ഞു കൈപിടിച്ച് കുറ്റ്യാടിയിൽ നിന്ന് പോയതാണ്. 10ാം ക്ലാസ് തികയുന്നതിന്റെ മുന്നേ ഞാൻ ഈജിപ്തിലേക്ക് പോയ സമയം, ഈജിപ്തിലെത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടിയെ കുറിച്ചൊരു റിപ്പോർട്ട് കിട്ടി. കണ്ണൂർ പറശ്ശിനിക്കടവിൽ വെച്ച് ആക്സിഡന്റിൽപ്പെട്ട് ആ കുട്ടി മരിച്ചുപോയി.
മുസ്ലിമേ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂന്ന് മനസ്സിൽ പ്ലാൻ വെക്കുന്നതിന് പകരം റബ്ബ് തന്ന ആരോഗ്യമുള്ള സമയമില്ലേ, റബ്ബ് തന്ന ആരോഗ്യവും ആയുസ്സുമില്ലേ, റബ്ബിന്റെ തൃപ്തിയിൽ ചെലവഴിച്ചോ, റബ്ബിന്റെ പ്രീതിയിൽ ചെലവഴിച്ചോ, റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചോ. ആ റബ്ബിനെ ഭാരമേൽപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ക്ഷമയോടെ ഇറങ്ങിക്കോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, വീട്ടിൽ നിന്നിറങ്ങുമ്പോ ക്ഷമയോടെ ഇറങ്ങിക്കോ. നല്ല ക്ഷമമെങ്കിൽ മുന്നിൽ പിടിച്ചിറങ്ങിക്കോ. ചിലപ്പോ മുതലാളിയുടെ ആട്ട് കേൾക്കേണ്ടി വരും, ചിലപ്പോ തൊഴിലാളിയുടെ മുഖം കറുപ്പിക്കല് മുതലാളിയും കാണേണ്ടി വരും. പരസ്പരം ആര് വെറുപ്പ് പിടിക്കുമ്പോഴും തിരിച്ചു വെറുപ്പ് പിടിക്കാതെ ക്ഷമയോടെ മുതലാളിയോട് തൊഴിലാളി ദേഷ്യം പിടിച്ചാലും തൊഴിലാളിയോട് മുതലാളി ദേഷ്യം പിടിച്ചാലും മനുഷ്യ സഹജമാണ്. താൽക്കാലികമായി അയാൾക്ക് അറിയാതെ പറഞ്ഞു പോയ വാക്കുകളാണെന്ന നിലക്ക് മുതലാളി തൊഴിലാളിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന മുതലാളിമാരാകണം, മുതലാളിമാര് തൊഴിലാളികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. തിരിച്ചും മറിച്ചും എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. ആ നിലക്ക് ക്ഷമയോടെ മുന്നോട്ടിറങ്ങിക്കോ. നിന്റെ രാജാവായ റബ്ബിന്റെ വിധിക്ക് നീ ക്ഷമയിൽ പിടിച്ചോ. ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ പലതും സഹിക്കേണ്ടി വരും, പല പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. ക്ഷമയോടെ മുറുകെ പിടിച്ചോ. ഓ സത്യവിശ്വാസികളെ, ക്ഷമിക്കണേ, വസാബിറൂ, ക്ഷമയുള്ളവരെ കൂടെയാകണേ. വിശ്വാസികളെ വിളിച്ച് ഖുർആൻ പറഞ്ഞതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോ നല്ല ക്ഷമ ഉൾക്കൊള്ളാനുള്ള മനസ്സ് സമ്പാദിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ ഒമ്പതാമതായി പറയാണ്, ആര് നന്മ ചെയ്തു തന്നാലും ശുക്ർ ചെയ്യാനുള്ളൊരു നല്ല സന്മനസ് വേണേ. അതിന്റെ പുറമേ നേരം വെളുക്കുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആവശ്യമുള്ളതൊക്കെ നിനക്ക് ശരീരത്തിൽ ഇട്ടു തന്ന ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ അല്ലാഹ്, ആ റബ്ബിനോട് നന്ദി വേണേ, ആ റബ്ബിന് ശുക്ർ ചെയ്യുന്നവനാകണേ. വശ്കുറൂ നിഅമത്തല്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കുന്ന അടിമകളെ വിളിച്ച് അല്ലാഹുവിന്റെ ഓർഡറാണ്. റബ്ബിന് നന്ദിയുള്ളവരാകണേ. അവൻ തന്ന നിഅമത്ത് നിങ്ങൾക്ക് എണ്ണിപ്പെടുത്താൻ കഴിയൂല. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തഹ്സൂഹാ. എണ്ണിപ്പെടുത്താൻ കഴിയാത്ത, ലാ തഹ്സൂഹാ, എണ്ണി പറയാൻ കഴിയാത്ത നിഅമത്തുകൾ ചൊരിഞ്ഞു തന്ന രാജാവായ റബ്ബിനോട് നന്ദി വേണേ. പത്താമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ജീവിതത്തിൽ അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകണോ, അവന്റെ ഹബീബിനോട് സ്നേഹം വേണോ. ഹലാലല്ലാത്തത് കഴിക്കരുത് കേട്ടോ. ഹലാലല്ലാത്തത് വയറിൽ കിടക്കരുത്. ഹലാലായ ഭക്ഷണം വയറിലെത്തിയാൽ ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ അവനെ ശപിക്കാൻ അത് കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാർ എഴുന്നേറ്റു നിന്നു. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ അടുത്തേക്ക് വന്നു. ഉപ്പാപ്പമാരിക്കുന്നതിന് വിരോധമില്ല. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഹലാലല്ലാത്തത് തിന്നരുത് കേട്ടോ. നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് തന്നത് നല്ലത് മാത്രം കഴിക്കുന്നവരാകണം. അന്യന്റെ സമ്പത്ത് കട്ടെടുക്കുന്നവനാകരുത്, അന്യന്റെ മുതൽ കട്ടെടുക്കുന്നവനാകരുത്, അന്യന്റെ മുതൽ പിടിച്ചെടുക്കുന്നവനാകരുത്, അന്യനെ വഞ്ചിക്കുന്ന മുതൽ കയ്യിൽ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവനാകരുത്. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന നമ്മളെ ചെറിയ മക്കളില്ലേ, ആ മക്കളെ ഹറാമ് തീറ്റിക്കരുതേ ബാപ്പമാരെ. ആ മക്കൾക്ക് ഹറാമ് കൊടുത്തിട്ട്, അവരെ വയറിൽ ഹറാമ് കൊടുത്തിട്ട്, അവരെ രക്തം ഹറാമായ രക്തം അവരെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്ന വിവരം കെട്ട ബാപ്പമാരായി, വിവരം കെട്ട ഉപ്പാപ്പമാരായി നമ്മൾ മാറരുത് കേട്ടോ. ദുനിയാവിലെ ദാഹം ദാഹമല്ല, ദുനിയാവിലെ വെള്ള വിശപ്പ് വിശപ്പല്ല, ദുനിയാവിലെ
ദുനിയാവിലെ താൽക്കാലികമായി വിശപ്പ് സഹിക്കേണ്ടി വന്നാലും, ചെറിയ പ്രയാസം സഹിക്കേണ്ടി വന്നാലും, ചെറിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അന്യന്നത് കട്ടെടുക്കരുത് കേട്ടോ. അന്യന്നത് കട്ടിട്ട് വീടുണ്ടാക്കരുത് കേട്ടോ. മുതലാളിയെ വഞ്ചിച്ച പണമുണ്ടാക്കരുത് കേട്ടോ. തൊഴിലാളിയുടെ വേതനം പിടിച്ചു വെച്ചിട്ട് മുതലാളിമാരെ വീട്ടിൽ എത്ര പണം കൊണ്ടുവച്ചിട്ടും മതിയാകുന്നില്ല, എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. കോടികൾ ഉണ്ടാക്കിയിട്ട് 40-50 ഷോപ്പ് തുറന്നിട്ട് 51ാമത്തത് തുറക്കേണ്ട തിരക്കിലാകുമ്പോ വീട്ടിൽ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന നിങ്ങളുടെ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന നിന്റെ കടയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളിയെ മറക്കരുതേ മുതലാളിമാരെ. ആ തൊഴിലാളികളോട് സ്നേഹം വേണേ മുതലാളിമാരെ. 50 ഷോപ്പാ മുതലാളിമാര് നിനക്ക് വേണ്ടി അധ്വാനിച്ചു തന്നപ്പോ, തൊഴിലാളികൾ നിനക്ക് വേണ്ടി സേവനം ചെയ്തു തന്നപ്പോ നീ തുറന്നില്ലേ? 50ാമത്തെ ഷോപ്പ് തുറക്കുമ്പോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ ചെറിയ പിഞ്ചു പൈതലിനെ സ്നേഹിച്ച്, ആ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളികളെ സ്നേഹിച്ച്, അവരെ മക്കളെ സ്നേഹിച്ച് സദഖ ചെയ്തോ. കൊടുക്കാനുള്ള വേതനം കൊടുക്കല് നിർബന്ധമാണ്, അതല്ല ഞാൻ പറയുന്നത്. കൊടുക്കാനുള്ള വേതനം നിർബന്ധമായി കൊടുത്തോളണം. അതിന്റെ പുറമേ അവരെ ഉപയോഗിച്ച് റബ്ബ് ധാരാളം നിയമത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരെ വീടുണ്ടാക്കാൻ സഹായിച്ചോ, അവരെ കുടുംബങ്ങളെ സഹായിച്ചോ, സദഖ അധികരിപ്പിച്ചോ. അതേ സ്ഥാനത്ത് തൊഴിലാളികൾ തൊഴിലെടുത്തിട്ട് വേതനം കിട്ടാതെ മക്കള് പട്ടിണി കിടക്കുന്ന ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങളെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പണം നിങ്ങളെ മേശയിൽ നിന്ന് കട്ടെടുക്കണമെന്നൊരു തോന്നല് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നീ ഉത്തരവാദിയാണ്. തൊഴിലാളികളെ കട്ടെടുത്ത ഹലാലാകൂന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ തൊഴിലാളികൾക്ക് അത് എടുക്കൽ ഹലാലാണെന്നല്ല ഞാൻ പറഞ്ഞത്. തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു വേതനം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് പ്രയാസം തോന്നിയതിന്റെ കാരണക്കാരൻ നീ വേതനം കൊടുക്കാത്തത് കൊണ്ടാണെങ്കിൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും കേട്ടോ. ഒരു കാര്യം നിന്നോട് പറയട്ടെ, 50 90 5000 5 ലക്ഷം ഷോപ്പുകൾ നീ തുറന്നു വെച്ചാലും സർവ്വ ഷോപ്പുകളും പൂട്ടിവെച്ചിറങ്ങിപ്പോകുന്ന ഒരു രംഗം നിനക്ക് വരാനുണ്ട് കേട്ടോ. അന്ന് നിന്റെ ഷോപ്പുകൾ നിന്റെ കൂടെ വരൂല. നീ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നിന്റെ കൂടെ വരൂല. നീ ഉണ്ടാക്കി വെച്ച ഒന്നും നിന്റെ കൂടെ വരൂല. നിന്റെ കൂടെ വരുന്നത് നിന്റെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഒന്നുകൂടി പറയട്ടെ, ദുനിയാവിൽ നിനക്ക് ദാഹിച്ചാൽ ആ ദാഹത്തിനൊരു പരിധിയുണ്ട് ഇല്ലേ? നിന്റെ ദുനിയാവിലെ ദാഹത്തിന് പരിധിയില്ലേ? ഉണ്ട്. എന്താ പരിധി? ദാഹിച്ച് ദാഹിച്ച് നീ അങ്ങ് മരിക്കൂന്നല്ലാതെ അതിന്റെ അപ്പുറം നിനക്കൊരു കേട് വരാനില്ല. വിശന്ന് 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 ബുദ്ധിമുട്ടിയിട്ട് അവസാനം ഹറാമ് തിന്നരുത് എന്ന് ചിന്തിച്ചിട്ട് അവസാനം നീ അങ്ങ് മരിച്ചു എന്നല്ലാതെ അതിന്റെ അപ്പുറം നിനക്കൊന്നും സംഭവിക്കാനില്ല. ദുനിയാവിലെ വിശപ്പിന് പരിധിയുണ്ട്, ദുനിയാവിലെ ദാഹത്തിന് പരിധിയുണ്ട്. ദുനിയാവിലെ ദാഹിച്ചാലും അവസാനം മരണം വരെ നീ എത്തിയേക്കും. അതേ സ്ഥാനത്ത് പാരത്രീക ലോകത്ത് അങ്ങനെയല്ല കേട്ടോ. പാരത്രീക ലോകത്തുള്ള കഥ അറിയോ? റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ ഒരു മരണം കൊണ്ട് തീരൂല, ഒരു മരണം കൊണ്ട് അവസാനിക്കൂല, ഒരു മരണം കൊണ്ട് നിന്റെത് തീരൂല. ഒരു മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കൂല. എത്ര ജീവിച്ചാലും പിന്നെയും പിന്നെയും മരിക്കുന്നു, പിന്നെയും പിന്നെയും മരിക്കുന്നു. അങ്ങനെ നിന്റെ അതേ അറ്റമില്ലാത്ത നിലക്ക് നിനക്ക് പാരത്രീക ലോകത്ത് ശിക്ഷയുണ്ടെന്ന് ദുനിയാവിലെ ശിക്ഷകൾക്ക് പരിധിയുണ്ട്, ദുനിയാവിലെ വിശപ്പുകൾക്ക് പരിധിയുണ്ട്, ദുനിയാവിലെ പ്രയാസങ്ങൾക്ക് പരിധിയുണ്ട്. മനുഷ്യനേറി വന്നാൽ മരണം വരെയല്ലാതെ അതിനപ്പുറം പോകൂല. ഒരാൾ കൊന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? ദുനിയാവിൽ എന്ത് ചെയ്യാൻ കഴിയും? അവനെ തെറിച്ച് മുറിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് ചിലപ്പോ കൊല്ലാൻ സാധിച്ചേക്കും. കൊല്ലണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ലട്ടോ. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. മക്കളെ
മുന്നിൽ വെച്ച് പിറക്കുന്നാൽ പോലും കോടതിയല്ലാതെ അവിടെ നിയമം കൈയെടുക്കാൻ പാടില്ലെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം. അതേ സ്ഥാനത്ത് കോടതി വിധി പറഞ്ഞു അയാളെ കൊല്ലണം. ഇയാൾ എങ്ങനെയാണോ കൊന്നത് അയാളെക്കാൾ കുറച്ച് കൂടുതൽ ശിക്ഷ കൊടുത്തിട്ട് അയാളെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. എന്നാൽ തന്നെയും അയാളെ കൊല്ലാനല്ലാതെ അതിന്റെ അപ്പുറം കഴിയൂല. ഒരു വട്ടം അയാളെയും കൊല്ലാൻ കഴിയും, അതിനപ്പുറം ചെയ്യാൻ കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷകൾക്ക് പരിധിയുണ്ട്, ദുനിയാവിൽ വരുന്ന പ്രയാസങ്ങൾക്ക് പരിധിയുണ്ട്. മരണത്തോടെ നിന്റെ സർവ്വതും അവസാനിച്ചു പോയി. എന്നാ നീ അറിയോ, റബ്ബിന്റെ പാരത്രിക ലോകം അതല്ല. ആ പാരത്രിക ലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ട ഹബീബ്, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ്, ലോകത്തിന്റെ മുഴുവനുമായ ഗുരു, റഹ്മത്തുൽ ലിൽ ആലമീൻ, സയ്യിദുൽ വജൂദ്, ഖാതിമുൽ അംബിയാ, ശഫീഉൽ മുദ്നിബീൻ, അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ഒരു വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഓ നബിയേ, ഔദുൽ കൗസർ കൊണ്ട് അങ്ങേ നമ്മൾ ആദരിച്ചിരിക്കുന്നു നബിയേ, അങ്ങേ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു നബിയേ. ദാഹിച്ച് വലഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയം ആരും വെള്ളം തരാനില്ല. വയർപ്പിൽ മുങ്ങിക്കുളിച്ച് ബുദ്ധിമുട്ടിയിട്ട് ആരും കൈനില്ല, ആരും സഹായിക്കാനില്ല. ആ സമയം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവിടത്തെ സ്നേഹിക്കുന്ന ഉമ്മത്തീങ്ങൾ പോകുന്നൊരു സമയമുണ്ട്. ചൊല്ലിക്കോ, ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലില്ലതസ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബിയ്യ സ്വലാത്തു والسلام على الرسول الشفيع الابتحي والحبيب العربي. إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي. ഇടത് കൈയിലേക്കോ വലത് കൈയിലേക്കോ ജീവിതത്തിന്റെ സർവ്വ റെക്കോർഡുകളും സർവ്വ റെക്കോർഡും എഴുതപ്പെട്ട സർവ്വ റെക്കോർഡുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട ആ രേഖ കയ്യിലേക്ക് കിട്ടുന്ന സമയം ചിലര് വലത് കൈയിൽ വാങ്ങിയിട്ട് സന്തോഷിക്കുന്നു, ചിലര് പിറകിലൂടെ ഇടത് കൈയിലേക്ക് കിട്ടിയിട്ട് വലിയ ബേജാറിലാണ്, വലിയ സങ്കടത്തിലാണ്, വലിയ ടെൻഷനിലാണ്. ആ സമയത്തല്ലേ എന്നെ സ്നേഹിച്ചൊരാള് പോലും വെറുതെ ആകരുത്, എന്നെ ഇഷ്ടപ്പെട്ട ഒരാള് പോലും വെറുതെ ആകരുത്, എന്റെ മൗലിദ് ഓതിയ ഒരാളും വെറുതെ ആകരുത്, എന്റെ ബുർദ ഓതിയവര് വെറുതെ ആകരുത്. അവരെടുക്കലേക്ക് അവരങ്ങ് ചൊല്ലുന്നു, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലില്ലതസ്. ദാഹിച്ചു വലഞ്ഞ നബിതങ്ങൾ അടുക്കലേക്ക് ചൊല്ലുമ്പോ ദാഹിച്ചു വലഞ്ഞ് പ്രയാസപ്പെടുന്ന ഉമ്മത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കോപ്പ വെള്ളം തന്നുപോയി. ആദ്യമായി കുടിച്ച പ്രിയപ്പെട്ട മാതാവ് തന്ന മുലപ്പാലിന്റെ രുചിയെ മറികടക്കുന്ന രുചി, ലോകത്തുള്ള സർവ്വ രുചികളെയും മറന്നു പോകുന്ന രുചി. ആ രുചിക്ക് വർണ്ണനങ്ങളില്ല, വർണ്ണിക്കാൻ എനിക്കറിയൂല. ആ വെള്ളമങ്ങ് കുടിച്ചാലോ പിന്നെ
പിന്നെ ദാഹമില്ല, പിന്നെ വിശപ്പില്ല. തേനിനേക്കാൾ മാധുര്യമാണ്, പക്ഷേ മടുപ്പില്ല. പാലിനേക്കാൾ നിറമാണ്, പക്ഷെ ആ പാലിനേക്കാൾ നിറമുള്ള, മാധുര്യമുള്ള, രുചിയുള്ള ആ വെള്ളം കുടിച്ചാൽ പിന്നെ അവന് വെള്ളത്തിന്റെ ആവശ്യമില്ല. റബ്ബേ, അവിടുന്ന് ആ വെള്ളം വിതരണം ചെയ്യുമ്പോൾ സറഫാക്കപ്പെട്ട അവിടുത്തെ കൈകളിൽ നിന്ന് ഇരു കൈകളും നീട്ടി വാങ്ങാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. എന്നാ ഹറാം ഭക്ഷിച്ച ജനങ്ങൾക്ക് ആ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യമില്ല കേട്ടോ. ഉപ്പമാരെ, പ്രിയപ്പെട്ട മക്കളെ, ഹറാം ഭക്ഷിപ്പിച്ചിട്ട് അവരെ വയറിൽ ഹൗദുൽ കൗസർ എത്തുന്നത് തടയുന്ന അതേ ബാപ്പമാരായി നമ്മൾ അതപ്പതിക്കരുത് കേട്ടോ. ഒന്നും അറിയാത്ത, ഹറാമിനെ കുറിച്ച് അറിയാത്ത, ഹലാലിനെ കുറിച്ച് അറിയാത്ത, നന്മകളെ കുറിച്ച് പഠിക്കാൻ പ്രായമെത്താത്ത, തിന്മകളെ കുറിച്ച് പഠിക്കാനുള്ള വയസ്സെത്താത്ത ചെറിയ പിഞ്ചു പൈതലിന്റെ രക്തത്തിലേക്ക് ഹറാമ് കലർത്തി കൊടുക്കുന്ന ധിക്കാരികളായി നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ആരും സഹായിക്കാനില്ലാത്ത സമയത്ത്, ആരും തുണയാകാനില്ലാത്ത സമയത്ത്, ഭാര്യയില്ല, മക്കളില്ല, ഭർത്താവില്ല, കുടുംബങ്ങളില്ല, സ്നേഹിക്കുന്നവരില്ല, ആരുമില്ലാത്ത സമയത്ത് എനിക്കും നിങ്ങൾക്കും രക്ഷ തരാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അൻത മുൻജീനാ ഗദാ. ഇപ്പൊ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ഭാര്യക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയൂല നബിയെ, ഭർത്താവിന് കഴിയൂല നബിയെ, സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മക്കൾക്ക് കഴിയൂല നബിയെ, ആദരിക്കുന്ന മക്കൾക്ക് കഴിയൂല നബിയെ, ബാപ്പക്ക് കഴിയൂല നബിയെ. ആ ബാപ്പയുടെ ശക്തിയല്ലേ, ആ ബാപ്പയുടെ ഏറ്റവും വലിയ ശക്തിയല്ലേ നമ്മൾ കാണുന്നത്. മരിച്ചങ്ങ് മയ്യത്തായപ്പോ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോൾ ബാപ്പക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരു പിടി മണല് വാരലാണ്. മിൻഹാ ഖലഖനാകും വമിൻ അദിഫിഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ. താടി നരച്ച ഞാൻ ബാക്കിയുണ്ട് മോനെ, താടിയും തൊലികളും ചുളിഞ്ഞ ഞാനിവിടെ ബാക്കിയുണ്ട് മോനെ. മിൻഹാ ഖലഖനാകും, റബ്ബ് ഈ മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു, ആ മണ്ണിലേക്ക് റബ്ബ് തിരിച്ചു വിളിച്ചു. വീട്ടിന്റെ മുറ്റത്ത് ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴു സമയവും ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് വാങ്ങിച്ചു വെച്ച ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കാറുണ്ടോ ഇവിടെ? നല്ല വിലപിടിപ്പുള്ള തേക്കിന്റെയും വീട്ടിയുടെയും കട്ടിലുകൾ നിരത്തി വെച്ച കൊട്ടാരമുണ്ട് ഇവിടെ മോനെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിടിച്ചപ്പോൾ വയലിന് പോകാൻ മുതലാളിക്ക് മടിയാണ്. വയലിന്റെ സദസ്സിൽ അദ്ദേഹത്തിന് കുറവാണ്. വയലിന്റെ സദസ്സിൽ പോകാൻ സമയം കിട്ടലില്ല. ദുനിയാവുണ്ടാക്കുന്ന തിരക്കിൽ അതിന് സമയം കിട്ടാറില്ല. മരിച്ചപ്പോ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുമ്പോ നാട്ടുകാര് കൊണ്ടുവരുന്നത് ബെൻസല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ഓടിയല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ഫോർച്യൂണർ അല്ല, നാട്ടുകാര് കൊണ്ടുവരുന്നത് ടൊയോട്ടയുടെ കാറുകളല്ല, മാരുതിയല്ല. നാട്ടിലേതോ ഒരു മുത്തല്ലിമ് വയല് പറയുമ്പോൾ മഹലിലെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന മയ്യത്ത് കട്ടിൽ പഴയതാണ്, പൊട്ടിയിട്ടുണ്ട് എന്ന് സംഘാടകർ എഴുതി കൊടുത്തപ്പോ മുസ്ലിയാര് പിരിവെടുത്തു. ആര് വാങ്ങിച്ചു തരും പള്ളിയിൽ ഒരു മയ്യത്ത് കെട്ടില്? നല്ല
സ്നേഹമുള്ള നീരീബോധമുള്ള വയലിന്റെ സദസ്സിലെത്തുന്നൊരു മുതലാളി വയലിന്റെ സദസ്സെന്ന് പറഞ്ഞു അതെന്റെ വകയിലാകട്ടെ. അല്ലെങ്കിൽ പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനാണ് ഈ മുതലാളിയുടെ തൊഴിലാളിയാണ്. പക്ഷേ നല്ല നീരീബോധമാണ്, സദഖ ചെയ്യുന്നതിന് മടിയില്ല. വയലിന്റെ സദസ്സിൽ വെച്ച് മുസ്ലിയാർ ചോദിച്ചപ്പോ ഇല്ലെങ്കിലും ശമ്പളം കിട്ടുമ്പോ അതിന്റെ പൈസ ഞാൻ തരാതെ പറഞ്ഞിട്ട് ഏറ്റെടുത്തിട്ട് പള്ളിയിൽ വാങ്ങി വെച്ച മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിന്റെ മുറ്റത്ത് വെച്ചില്ലേ? ആ വീട്ടില് ടൈലിന്റെ മേലെ കലവേകുമെന്ന് പേടിച്ചിട്ട് നീ ഒന്നും കയറ്റാറില്ല. നിന്റെ മാർബോണേറ്റിന് കലവേകുമോ എന്നുള്ള പേടിയാണ്. ആ വീട്ടിലല്ലേ ഇരുമ്പിന്റെ മയ്യത്ത് കെട്ടില് കയറ്റുന്നത്. നാട്ടുകാര് കൊണ്ടുവരുമ്പോ ബെൻസ് കാറ് ഷെഡിലുണ്ട്. ബാപ്പ പറയുന്ന മോനെ ബെൻസ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, നാട്ടുകാര് പിരിവെടുത്ത് വാങ്ങിയ മയ്യത്ത് കട്ടിലിൽ കയറിക്കോ. പാപ്പനി സഹായന ഇനി മകനാണ് മരിച്ചതെങ്കിൽ പാപ്പ തന്നെ ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കി വെച്ച ബെൻസ് മുറ്റത്തുണ്ട്, വിലപിടിപ്പുള്ള കാറുകളുള്ള പാപ്പന്റെ കഥയെ പൈസ കൂടുന്ന കഥയെ 10 ദശക്കണക്കിന് ബസ്സുകൾ റോഡിലുണ്ട്. ബസ്സും വേണ്ട, കാറും വേണ്ട. പാപ്പ മരിച്ചപ്പോ മക്കളൊക്കെ പറയുന്നു പള്ളിയിലെ മയ്യത്ത് കെട്ടില് കിട്ടുമത് നോക്കുമോ? നാട്ടുകാരോട് പിരിവ് വാങ്ങിയിട്ടുണ്ടാക്കിയ മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലെത്തിയില്ലേ? വയലിന്റെ സദസ്സ് നിനക്ക് പുച്ഛമായിരുന്നു, പിരിവെടുക്കല് നിനക്ക് പുച്ഛമായിരുന്നു. വൈലിയാരെവിടെ വന്നാലും പിരിവാന്നുള്ള തോന്നലായിരുന്നു. അവസാനം നീ കയറുന്ന കാറ്, അവസാനം നീ കിടക്കുന്ന കാറ് നിന്നെ നാട്ടുകാര് പിടിച്ചു കിടത്തിയിട്ട് കെട്ടിയിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാലും തലയും കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ട് നിന്നെ പിരിവെടുത്ത കാറിൽ കയറ്റിപ്പോയി. എയർ കണ്ടീഷന്റെ ബട്ടണില്ല, സ്വിച്ചിട്ടാൽ കറങ്ങുന്ന ഫാനില്ല, അതിലൊരു സംവിധാനവുമില്ല. ആ മയ്യത്ത് കട്ടിലിൽ കയറിയപ്പോ നാട്ടുകാര് തുണിയെടുത്ത് പൊതിച്ചു പോയി. തുണിയുടെ മേലെ തുണിയിട്ടിട്ട് വേർപ്പിൽ കുളിക്കുമ്പോ നാട്ടുകാരെ ഈ തുണിയൊന്ന് നീക്കിത്തരണമെന്ന് പറയാൻ നിന്റെ ധിക്കാരമുള്ള നാവില്ലേ? ആലിമീങ്ങളെ തെറി വിളിച്ചിട്ടും നാട്ടിലെ നല്ലത് ചെയ്യുന്നവരെ നിസാരപ്പെടുത്തിയ നിന്റെ പണത്തിന്റെ ഹൂക്ക് കാണിച്ച് ഗീബത്ത് പറഞ്ഞു തീർത്ത നിന്റെ നാവ്, ആ നാവിന്റെ ചലനമറ്റു പോയിടോ. പിരിവെടുത്ത വണ്ടിയിൽ കയറിയിട്ട് പോകുമ്പോ ഒരു എയർ കണ്ടീഷനോ കണക്കാൻ പറയാൻ പോയിട്ട് ഒരു വീഴുന്ന വാളയെടുത്ത് വീശിത്തരാൻ പറയാൻ നിന്റെ നാവിന് ചലനമില്ലാതെ പോയി. എന്റെ കയ്യിലാണ് നാട്ടുകാര് മുഴുവനും എന്റെ പണത്തിന്റെ ചുവട്ടിൽ എന്റെ കാലിന്റെ ചുവട്ടിൽ വരൂന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിവരം കെട്ട മുതലാളിമാരുണ്ടോ? നിന്നെ തോളിലേറ്റിയിട്ട് കരം വരുമ്പോ മക്കള് പറയുന്നു ഒന്ന് പിടിച്ച് സഹായിക്കണോ, പാപ്പന്റെ മയ്യത്ത് താങ്ങാൻ കഴിയുന്നില്ല. എന്തൊരു കനമാ നിന്റെ നാട്ടിൽ നീ ധിക്കാരിയായി കണ്ടിരുന്ന, അല്ലെങ്കിൽ നിനക്കൊരു ചെറിയവനായി തോന്നിയിരുന്ന, പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായി ജീവിച്ച തൊഴിലാളിയില്ലേ? ചെറ്റക്കുടിലിൽ ജീവിച്ച പാവപ്പെട്ട തൊഴിലാളി നിന്റെ മയ്യത്തെ എന്തുന്നൊരു സമയമുണ്ട് മനുഷ്യ. അഹങ്കരിച്ചു പോകണ്ട. നിന്റെ നാട്ടിൽ നീ വലിയ അഹങ്കാരിയായി ജീവിച്ചിട്ട് എന്റെ വാക്കിനെ മറികടക്കാൻ ആരുണ്ടെന്ന് ചോദിച്ച് നാട്ടുകാരെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? അതിന് നിന്റെ ശക്തി എനിക്ക് മുന്നിൽ വെച്ചില്ലേ? നിന്റെ സർവശക്തിയും പണയം വെച്ചുകോ. നീ മരിച്ചു കിടക്കുന്നതൊരു മരുഭൂമിയിലാണ്, ആരും സഹായിക്കാനില്ല. നിന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ആളെ കിട്ടിയില്ല. അവസാനം ആ മരുഭൂമിയിൽ വെച്ച് ഒന്നിനും കഴിയാത്ത ചെറിയ ഉറുമ്പുകൾ വന്നിട്ട് നിന്റെ മയ്യത്ത് ജനങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോ ഉറുമ്പുകൾ അരിച്ചു തീർക്കുന്ന ഗതികേട് മനുഷ്യർക്ക് വന്നു പോയാൽ, മരിച്ചങ്ങ് പോയാൽ തടുക്കാൻ കഴിയുന്ന ശക്തി എവിടെ മനുഷ്യ? അപ്പേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ.
ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭൂമിയിൽ കാണിച്ചു തന്നൊരു സ്വർഗ്ഗമുണ്ട്. അത് നിന്റെ ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന മദീനയാണ്. നീ ഞങ്ങളെ മദീനയിൽ കിടത്തണം റഹ്മാനേ. ആ സ്വർഗ്ഗത്തിന്റെ ചാരത്ത് അവിടുത്തെ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ, മദീനയിൽ അടങ്ങാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ, കിടക്കുന്ന മണ്ണിൽ നീ സ്വർഗം തരണേ അല്ലാ. ഞങ്ങളെ ഖബറിൽ നീ സ്വർഗം തുറക്കണേ അല്ലാ. ഈ കഴിഞ്ഞ റമളാനിൽ ഈ പാവപ്പെട്ടവന്റെ ഉമ്മാമയെ ഞങ്ങള് കുടുംബങ്ങളും നാട്ടുകാരും മറവ് ചെയ്തു. പ്രിയപ്പെട്ട ഉപ്പാപ്പയെ റമളാൻ കഴിഞ്ഞപ്പോൾ അതുപോലെ മറവ് ചെയ്തു. പിന്നെ വരെ ഖബർ ഞാൻ കണ്ടിട്ടില്ല. ഖബറിന്റെ ഉള്ളിൽ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. ഖബറിന്റെ ചാരത്ത് നിന്ന് എത്ര വീഴ്ച നോക്കിയാലും, എത്ര ശക്തിയോടെ നോക്കിയാലും ഖബറിന്റെ ഉള്ളിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ല. റബ്ബേ, അവരെ ഖബറിലെ അവസ്ഥ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ പലരും ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അവരുടെ ഒക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. നീ വിശാലത നൽകണേ അല്ലാ. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കല്യാണ വീട്ടിന്റെ പിറകിലിരിക്കുമ്പോ വീട്ടിന്റെ കോലായിൽ വന്ന് ചെറുപ്പക്കാരാകുന്ന ചില അറിവില്ലാത്ത കുട്ടികള് ശബ്ദത്തിൽ മ്യൂസിക് അങ്ങ് വെച്ചപ്പോൾ പരിസരം മറന്നിട്ട് കല്യാണ വീടുകളിൽ തുള്ളുന്ന ഉമ്മമാരെ, തുള്ളിയ നിന്റെ കാലിന്റെ ചലനമറ്റു പോകുന്ന ദിവസമാണ് കേട്ടോ ചെറുപ്പക്കാരെ. പെരുന്നാളിന്റെ പേരിലും സുഹൃത്തിന്റെ കല്യാണത്തിന്റെ പേരിലും റബ്ബ് നിനക്ക് സന്തോഷം തന്നപ്പോൾ റോട്ടിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്ത കൂട്ടുകാരാ, നിന്റെ കൂടെ ഡാൻസ് ചെയ്തവൻ നിന്നോട് പറയുന്ന സമയം നിന്റെ മയ്യത്തിന്റെ കരണ്ടാകുന്നില്ലടോ. അവസാനം മണ്ണിൽ കൊണ്ടുപോയി താഴ്ത്തുന്ന സമയം മറക്കരുത് കേട്ടോ. നിന്റെ പണമോ, നിന്റെ ശക്തിയോ, നിന്റെ പവറോ മരണത്തെ തടുക്കൂല. റബ്ബേ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ നീ ഞങ്ങൾക്ക് മരണം തരണം റഹ്മാനേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മദീനയാകുന്ന സ്വർഗമൊന്ന് ജീവിതത്തിൽ പലതവണ കാണണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ആ നബി തങ്ങളാണ് എന്റെ രക്ഷാകവാടം. ആ നബി തങ്ങളാണ് നമ്മുടെ രക്ഷാകവാടം. ആ നബി തങ്ങളാണ് എന്നെയും നിങ്ങളെയും കൈപിടിക്കാനുള്ള ഏക നേതാവ്. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിഥ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് രക്ഷാകവാടമായ നബിയേ വിളിക്കുന്നു. ഈമാനുള്ള മോമിനീങ്ങളാ ഹബീബിനെ സ്നേഹിച്ച് പാടുന്നു. ഈമാനുള്ള മോമിനീങ്ങളാ ഹബീബിനെ സ്നേഹിച്ച്. ഓ ചെറുപ്പക്കാരേ, പാരത്രീയ ലോകത്ത് എനിക്ക് വിജയം നേടാൻ, നമുക്ക് വിജയം നേടാൻ ഒരേ ഒരു മാർഗമേ നമ്മളെ കയ്യിലുള്ളൂ. മഹബ്ബത്തു റസൂലില്ലാഹ്. നബിതങ്ങളെ സ്നേഹിക്കണേ കൂട്ടുകാരെ. സിനിമാ നടന്മാരെ വാൾപേപ്പറുകൾ കൈയൊഴിക്കളും, സിനിമാ നടിമാരെ പ്രൊഫൈലുകൾ കൈയൊഴിക്കളും, സിനിമാ നടിമാരെ ചിത്രങ്ങൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ, കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് ദീനിന്റെ ഈറ്റില്ലമാണ്, ഔലിയാക്കളുടെ കേന്ദ്രമാണ്. ആ ജില്ലയിൽ നിങ്ങൾക്ക് ജനിക്കാൻ ലഭിച്ച ഭാഗ്യം, നിങ്ങൾക്ക് കിട്ടിയ ഈ നല്ല മണ്ണ്, ഈ മണ്ണിൽ വെച്ച് ഔലിയാക്കൾക്ക് വിഷമം തോന്നുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് അവരെ പൊരുത്തക്കേട് സമ്പാദിക്കരുത് കേട്ടോ.
ഹബീബായ നബി തങ്ങളെ പൊരുത്തത്തിനു വേണ്ടി അധ്വാനിക്കണം. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അനബിതങ്ങളെ ഒന്ന് കാണണ്ടേ? അനബിതങ്ങളെ ഒന്ന് പരിചയപ്പെടണ്ടേ? അനബിതങ്ങളെ പൂമുഖമൊന്ന് കണ്ട് സന്തോഷിക്കണ്ടേ? മരിക്കുമ്പോൾ ഇബ്ലീസിനെ കണ്ട് മരിക്കണോ? ഇബ്ലീസിന്റെ മകൻ കണ്ട് മരിക്കണോ? നരകം നോക്കി മരിക്കണോ? നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ, ഞങ്ങളെ ഉമ്മമാരെ കാക്കണം റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണം റഹ്മാനെ, ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണം റഹ്മാനെ. മരിക്കുമ്പോ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. ഓ ചെറുപ്പക്കാരെ, അനബിതങ്ങളെ ഒന്നതിന് മരിക്കുന്നതിന്റെ മുമ്പൊന്ന് കണ്ട് പരിചയപ്പെടണ്ടേ? സ്വപ്നത്തിൽ കാണണ്ടേ? അതിന് കണ്ണൊന്ന് ശുദ്ധീകരിക്കണം കേട്ടോ, മനസ്സൊന്ന് ശുദ്ധീകരിക്കണം കേട്ടോ, ഹൃദയമൊന്ന് നന്നാക്കണം കേട്ടോ. കിബ്ർ കൈയൊഴിച്ചോ, അതേ ഹസദ് കൈയൊഴിച്ചോ, ഗീബത്ത് പറയുന്ന സ്വഭാവം കൈയൊഴിച്ചോ, നമീമത്ത് കൈയൊഴിച്ചോ. എല്ലാറ്റിലും ഉപരി എന്റെ ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെടാത്തതാണോ? കൈയൊഴിച്ചോ. നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതാണോ? മുറുകെ പിടിച്ചോ. അത് നമുക്ക് ഏതു സമയത്തും രക്ഷാകവാടമാണ്. മുൻജി നഗദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ലിക്കോ അസ്സലാത്തു നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة والسلام على الرسول الشفيع الأبتحي والحبيب العربي. നബിയേ, ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയി. അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നബിയേ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളെ ഉമ്മമാരിൽ കണ്ട മാതൃത്വത്തെക്കാൾ, ഞങ്ങളെ ബാപ്പമാരിൽ കണ്ട പിതൃത്വത്തെക്കാൾ എത്രയോ ഉത്തമമായ മാതൃത്വം അങ്ങയിലുണ്ട് നബിയേ. അങ്ങയുടെ ജീവിതത്തിൽ അതിനും ഉത്തമമായ പിതൃത്വമുണ്ട് നബിയേ. അതുകൊണ്ട് തന്നെ സഹാബത്ത് നബി തങ്ങളെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങളെ ഉമ്മമാർക്ക് രക്ഷ വേണം, ബാപ്പമാർക്ക് രക്ഷ വേണം. ഞങ്ങളും ഞങ്ങളെ കുടുംബവും എല്ലാം അങ്ങയുടെ മുന്നിൽ സമർപ്പിതമാണ് നബിയേ. ആ വാക്ക് തന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും വിളിച്ചു പറയുന്നു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. ഈമാനുള്ള മുസ്ലിമേ, ആ നബി തങ്ങളെ മുന്നിലാകണം നമ്മുടെ സ്നേഹം. ഭാര്യയ്ക്ക് ഭാര്യമാരോടുള്ള സ്നേഹത്തെക്കാൾ, ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ, ഉപ്പയോടുള്ള സ്നേഹത്തെക്കാൾ, ഉമ്മയോടുള്ള സ്നേഹത്തെക്കാൾ, കുടുംബത്തോടുള്ള സ്നേഹത്തെക്കാൾ നബി തങ്ങളോട് സ്നേഹം വേണം. അതേ, മരിച്ചുപോയ ഉമ്മാമന്റെ പേര് പറയുമ്പോ, മരിച്ചുപോയ ഉപ്പാപ്പന്റെ പേര് പറയുമ്പോ, മരിച്ചുപോയ ചിലരെ ബാപ്പമാരെ പേര് പറയുമ്പോ, മരിച്ചുപോയ ഉമ്മമാരെ പേര് പറയുമ്പോ മുഖമോർത്ത് കണ്ണിൽ കണ്ണുനീര് നിറച്ച മനുഷ്യ, ആ പ്രിയപ്പെട്ട ബാപ്പനെ ഓർക്കുമ്പോ, ബാപ്പന്റെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് ആയുസ്സിന് ദുആ ചെയ്യുമ്പോ സ്നേഹിച്ച് കരയുന്ന മനുഷ്യ, മരിച്ചുപോയ ബാപ്പമാരെ കുറിച്ച് ഓർത്ത് കണ്ണിലെ വെള്ളം നിറക്കുന്ന ഉപ്പ. ചോദിക്കട്ടെ ഒരു ചോദ്യം, ഞാനും നീയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഓർത്ത് നിങ്ങളെ ഓർത്ത് കരഞ്ഞ നബി, സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി.
അവിടുന്ന് തന്നെ നമുക്ക് അവിടുത്തെ പരിചയപ്പെടുത്തി തന്നു. അനല്ലദീ ഉർസിൽതു റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യമായി വന്ന നബിയാണ് കേട്ടോ. വഖാതിമുൻ നബിയ്യീൻ വശഫീഉൽ മുദ്നിബീൻ വറസൂലു റബ്ബിൽ ആലമീൻ. ആ പ്രിയപ്പെട്ട നബിയൊന്ന് കാണണ്ടേ ചെറുപ്പക്കാരെ? കണ്ണിലെ വെള്ളം പിന്നെ എന്തിനു വെച്ചതാ? ആ നബിതങ്ങളെ കാണാനൊരു കണ്ണുനീരൊഴുക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്റെ സ്നേഹത്തിന്റെ വിലയെ, എന്റെ സ്നേഹം എവിടെയാ? الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي جلك الشفاعة في القيامة مشفقا لنا إلا يا وأهلنا إلا يا سيدي خير النبي. ആരും ശുപാർശ സ്വീകരിക്കാത്ത സമയം, ആരും ഒരു റെക്കമെൻഡുകാരെയും നോക്കാത്ത സമയം, സ്വന്തം കാര്യത്തിൽ എല്ലാരും ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ നമുക്ക് വേണ്ടി തലകുനിക്കുന്ന നബി, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുജൂദിൽ വീഴുന്ന നബി, അതല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ لاح نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جلك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബി തങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ 10 മഹാന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷം കൊണ്ട് അറിയിക്കപ്പെട്ട മഹാന്മാർ, റബ്ബേ അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ പാവപ്പെട്ട ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, ചോദിക്കാൻ ഞങ്ങളെ കയ്യിൽ അമലുകളില്ല, അവരെ തഖ്വ ഞങ്ങളെ കയ്യിലില്ല, അവരെ ഈമാൻ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങളെ കയ്യിലുള്ള ഒരേ ഒരു ആയുധമുണ്ട്, മഹബ്ബത്തു റസൂലില്ലാഹ് വ മഹബ്ബത്തു സ്വാലിഹീൻ. നിന്റെ ബറക്കത്ത് കൊണ്ട് അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് റഹ്മാനെ. ഞങ്ങളെ നേതാവിനോടുള്ള മഹബ്ബത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ യഥാർത്ഥ ആശിഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഈ സദസ്സതിന് കാരണമാക്കണം റഹ്മാനെ. സർവ്വ സദസ്സുകളും അത്തരം നന്മകൾക്കുള്ള കാരണങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ വഅലിന്റെ സദസ്സുകൾ പണത്തിനുള്ളതാക്കരുത് റഹ്മാനെ, വെറും പിരിവിനുള്ളതാക്കരുത് റഹ്മാനെ, പരസ്പരം പറയാനുള്ളതാക്കരുത് റഹ്മാനെ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടാനുള്ളതാക്കരുത് റഹ്മാനെ, പോക്കറ്റ് നിറക്കാനുള്ളതാക്കരുത് റഹ്മാനെ. ഞങ്ങളെ വഅലിന്റെ സദസ്സുകൾ ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് നന്മകൾ നിറക്കാനുള്ളതാക്കണം റഹ്മാനെ.